ഷൈജു ആന്റണി എന്ന വിമത സിറോ മലബാർ സഭാ നേതാവ് ബിഷപ്പിനെയും വത്തിക്കാനിലെ മാർപ്പാപ്പയും ഒക്കെ കൈവിട്ട് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് വ്യക്തം. എന്താണത്? വിശദമായി പറയാം. ഷൈജു ആന്റണി എന്ന വിമത അൽമായ നേതാവ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന ഇട്ടാവട്ടത്ത് കിടന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് വിഭാഗത്തിൻ്റെ നേതാവാണെന്ന് കരുതിയാൽ ഇപ്പോൾ തെറ്റി. ഷൈജുവിൻ്റേത് ഒരു വിഭാഗം വിശ്വാസികൾ കരുതിയത് സഭയ്ക്കെതിരായ വ്യക്തമായ നിലപാടുകളാണ് ഷൈജു എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭ വേഴ്സസ് ഷൈജു ആന്റണിയും വിമതരും എന്ന കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നായിരുന്നു. ഇപ്പോൾ ഷൈജു നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ തന്നെ മതി ഒരു സഭാവിരുദ്ധ നേതാവിനെ ഇത് മാത്രമല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള വിഷയം എന്ന് വ്യക്തമാകും. എന്താണത്? വഖഫ് ബില്ലിന് പിന്നാലെ ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന ചർച്ച് ബിൽ കൊണ്ടുവരാൻ BJP നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അൽമായ മുന്നേറ്റ നേതാവ് ഷൈജു ആന്റണി ഇപ്പോൾ ചില ചാനലുകളിൽ പോയിരുന്ന് ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ഷൈജുവിൻ്റെ ചർച്ച കണ്ടാൽ തോന്നും ഷൈജുവിൻ്റെ ആത്മീയ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവാകാനുള്ള പരകായ പ്രവേശനം നടത്താനിരിക്കുന്ന ആ പരമോന്നത പിതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉപദേശ പിന്തുണയും ഒക്കെ ഷൈജുവിനുണ്ടെന്ന്. ശരിയാകാം. ആരാണെന്നല്ലേ ആ പരമകാരുണ്യവാനായ പിതാവ്? ബിഷപ്പ് മാർ പാമ്പ്ലാനി വരച്ച വരയിൽ തന്നെയാണ് ഇപ്പോൾ പാമ്പ്ലാനിയുടെ കിങ്കരന്മാരായ ഷൈജു ആന്റണിയും മറ്റ് വിമത കൂട്ടരും പോകുന്നത് എന്ന് തന്നെ വളരെ വ്യക്തം. പിതാവ് മരത്തിൽ കണ്ടത് ഷൈജു നേരത്തെ തന്നെ മാനത്ത് കണ്ടോ എന്ന് തോന്നും ഷൈജു ചില ചാനലിനോട് പറയുന്ന ആ വെളിപ്പെടുത്തലുകൾ കേട്ടാൽ. അതോ പിതാവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഷൈജു ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം തുറന്നു പറഞ്ഞതാണ്? എന്തായാലും തനിക്ക് വിവരം ലഭിച്ച സോഴ്സും ഷൈജു വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് തന്നോട് ചർച്ച് ആക്ടിനെ കുറിച്ച് പറഞ്ഞതെന്നാണ് ഷൈജു എല്ലാ ചാനലുകളിലും പോയി ചർച്ചകളിൽ പറഞ്ഞത്. സഭ വേറെ രാഷ്ട്രീയം വേറെ എന്ന് ഇതുവരെ ഒരു വരയിട്ട് സഭയും രാഷ്ട്രീയത്തെയും രണ്ട് വശങ്ങളിൽ നിർത്തിയിരുന്ന വിശ്വാസികൾക്ക് നെല്ലും പതിരും തിരിച്ചറിയാമെങ്കിലും ഷൈജുവിനും കൂട്ടറിനും അതാകുമോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. വഖഫ് ബില്ലിന് പിന്നാലെ ക്രിസ്ത്യൻ സ്വത്തുവകകൾ നിയന്ത്രിക്കാനായിട്ട് ഒരു ചർച്ച് ആക്ടിന് രൂപം കൊടുക്കാൻ BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് തന്നോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വെളിപ്പെടുത്തി എന്നാണ് ഷൈജു ആന്റണി പല തവണയായി പല ചർച്ചകളിൽ പറഞ്ഞത്. ചർച്ച് ആക്ടിന് നടക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമായി സുരേഷ് ഗോപി സംസാരിച്ചതായും ഷൈജു പറഞ്ഞു. ജസ്റ്റിസ് JB കോശി കമ്മീഷണർ പോയി കണ്ട് എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് എന്ന് വരെ സുരേഷ് ഗോപി ചോദിച്ചു എന്നാണ് വളരെ വ്യക്തമായി അടിവരയിട്ടതുപോലെ കാണാപ്പടം പഠിച്ചതുപോലെ ഷൈജു ആന്റണി പറയുന്നത്. ചർച്ച് ആക്ട് ഇത്ര വേഗം നടപ്പാക്കാൻ സാധിക്കുമോ? അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ നൂലാമാലകൾ എന്തൊക്കെയാണെന്നാണ് സുരേഷ് ഗോപി പ്രധാനമായും ജസ്റ്റിസ് JB കോശി കമ്മീഷനോട് ചോദിച്ചറിഞ്ഞതെന്നാണ് ഷൈജു ആന്റണി പറയുന്നത്. ഷൈജു ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തോ ഒരു ചർച്ച ഷൈജുവിനും കൂട്ടർക്കും ഇടയിൽ നടന്നു എന്ന് തന്നെ വേണം കരുതാൻ. കൃത്യമായ ഒരു സമയത്ത് കേന്ദ്ര സർക്കാർ ചർച്ച് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് ഷൈജു പറയുന്നത്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ തന്നോട് വ്യക്തമാക്കിയിരുന്നു ഷൈജു പറയുന്നുണ്ട്. അതിനുവേണ്ടി പഠനങ്ങൾ നടത്തുന്നു എന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നതായും ഷൈജു പറയുന്നുണ്ട്. ഓർക്കണം, കേന്ദ്രമന്ത്രിയായ BJPയുടെ MP ആയ സുരേഷ് ഗോപി എറണാകുളം അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ എതിർ ഗ്രൂപ്പായ വിമത ഗ്രൂപ്പിൻ്റെ ഒരു നേതാവിനോടാണ് ഈ കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സൊന്ന് പറഞ്ഞത് എന്നുപോലും വിശ്വാസികൾ വിശ്വസിക്കുമോ അതോ സമ്മതിച്ചു തരുമോ എന്ന് കണ്ടറിയണം. ഇടവകകളുടെ സ്വത്തുക്കൾ എന്താണ്? ഇടവകകളുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുമെന്നല്ല, ജനാധിപത്യപരമായി ഭരിക്കുന്നതിനെക്കുറിച്ച് മാത്രം വ്യവസ്ഥ ചെയ്യുന്നതാണ് ചർച്ച ആക്ട് എന്നാണ് ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നത്. ഇടവകളുടെ സ്വത്തുക്കൾക്ക് പുറമെ രൂപതകൾ, വിവിധ സഭകൾ എന്നിവയ്ക്ക് മറ്റനേകം തരത്തിലുള്ള സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം വരണമെങ്കിൽ ചർച്ച് ആക്ട് മാത്രം പോരാ, ഒരു ചർച്ച് ബോർഡ് വേണമെന്നാണ് ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നത് ചാനലുകളിൽ. കാരണം എന്താണ്? വഖഫ് ബോർഡ് പോലെ അടുത്ത ചർച്ച് ആക്ട്. വഖഫ് ബോർഡിൽ ബോർഡിനെ നിയന്ത്രിക്കാൻ അതിൻ്റെ ചെയർമാനുണ്ട്, അംഗങ്ങളുണ്ട്. അതേപോലെ ഒരു ചർച്ച് ആക്ടിന് ചർച്ച് ബോർഡും അതിൻ്റെ അംഗങ്ങളും ചെയർമാനും ഒക്കെ വന്നാൽ നല്ലൊരു പദവി കിട്ടുമെന്ന് ഷൈജു ആന്റണിയും കൂട്ടരെയും ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന് കീഴിലുള്ള ബോർഡാണെങ്കിൽ അത് വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങൾ എന്ന പോലെ ആരെയും വയ്ക്കാമെന്നൊരു നീക്കമാണ് നടക്കുന്നതെന്നും ഷൈജു ആന്റണി ഇപ്പോൾ പറയുന്നുണ്ട്. സഭയിലെ പുഴുക്കുത്തുകളുമായി തങ്ങൾക്ക് പലതരത്തിലും വിയോജിപ്പുണ്ടെങ്കിലും സഭാസ്വത്തുക്കൾ ഒരു തരത്തിലും കൈമോശം വന്നു പോകരുത് എന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് ഷൈജു ആന്റണി ഇപ്പോൾ ചാനലിൽ പോയി തുറന്നു പറയുന്നു. അതാണോ കഴിഞ്ഞ കുറേ കാലമായി സെൻറ്റ് മേരീസ് ബസലിക്കയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലുമൊക്കെ രൂപതയുടെ മുന്നിലുമൊക്കെ നടന്നു വന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധമുളവാക്കുന്ന പ്രവർത്തികൾ അല്ലേ ഇത്തരം വിമതക്കാർ?
എറണാകുളത്ത് റോഡിലും ഒക്കെ ഇറങ്ങി കാട്ടിക്കൂട്ടിയത്. ബഹുമാന്യരായ പിതാക്കന്മാരെ വരെ കൈവയ്ക്കുന്ന തരത്തിലേക്ക്, ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് പോലീസിന് വരെ ഇടപെടേണ്ടി വന്നത്. എന്നിട്ടും തങ്ങൾ തീരുമാനിക്കുന്ന ബിഷപ്പുമാരെയും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർമാരെയും ഒക്കെ മതി രൂപതകളിൽ ഭരിക്കാൻ എന്നത് കടുത്ത നിലപാടിലേക്ക് ഈ വിരലിലുണ്ടാവുന്ന വിമതർ എത്തുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോ അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. സിറോ മലബാർ സഭക്കാർക്ക് വളരെ വ്യക്തമാണ്, മറ്റാർക്കും വ്യക്തമല്ലെങ്കിലും സഭക്കാർക്ക് വ്യക്തമാണ്, ബിഷപ്പ് മാർ പാംപ്ലാനി, ബിഷപ്പിൻ്റെ 2 കൈയും ഇതിന് പിന്നിലുണ്ടെന്ന്. അതല്ലാതെ അതിലും വലിയ ശക്തികൾ ഇപ്പോൾ സിറോ മലബാർ സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും അതുമാത്രമല്ല സംസ്ഥാനത്തെ മൊത്തം ക്രൈസ്തവ സഭകളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നത്. അങ്ങനെ വന്നാൽ സംശയിക്കേണ്ട, അധികം താമസിയാതെ ഷൈജു ആന്റണി വേണമെങ്കിൽ ഈ എല്ലാ സഭകളുടെയും വിമത നേതാവായി മാറും. അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ എല്ലാ സഭകളുടെയും രാഷ്ട്രീയം പറയുന്ന നേതാവായി ഷൈജു ആന്റണി മാറും. അല്ലെങ്കിൽ ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഷൈജു ആന്റണി ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലും വെളിപാടുമായി ചാനലുകൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി എന്താണ് അങ്ങോട്ട് നടക്കാൻ പോകുന്നതെന്ന്. സഭയുടെ കീഴിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്ത് വിശ്വാസത്തിൻ്റെ ഒരു മേമ്പൊടി കൂടി ചേർത്ത കാര്യങ്ങളാണ്. അല്ലാതെ വിശ്വാസികൾക്ക് രാഷ്ട്രീയമേ വേണ്ട എന്ന നിലപാടാണ് അന്നും ഇന്നും സഭ, കേരളത്തിലെ ഏത് സഭയായാലും കൈക്കൊണ്ടുവരുന്നത്. അതിനൊക്കെ വിപരീതമായി സിറോ മലബാർ സഭയിലെ ചില വിമത വിഭാഗങ്ങൾ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി കത്തോലിക്ക ക്രൈസ്തവരുടെ സംരക്ഷണത്തിനായി രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഈ ചർച്ചാക്റ്റും ചർച്ച ബോർഡും പോലെ എന്തോ ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് വേണം കരുതാൻ. എന്തായാലും ഇനി ശേഷം കാഴ്ചയിൽ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.